ഇനി ജന ഡിബേറ്റ് പോകുന്നത് ഡോക്ടർ ആരിഫ് ഹുസൈനിലേക്കാണ്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി സംഘടിക്കപ്പെട്ട ഒരു ഫെസ്റ്റ് എന്നാണ് ഈ തൃത്താല ദേശോത്സവത്തിനെ ഇവിടെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇവിടെ ഇത്തരത്തിൽ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ ഭീകരരുടെ ചിത്രങ്ങൾ വെച്ച ആ വാർത്ത ജനം TV പുറത്തുവിട്ടതിന് പിന്നാലെ വലിയ ചലനങ്ങളാണ് ഈ വിഷയത്തിൽ ഉണ്ടായത്. ദേശീയ മാധ്യമങ്ങളിലടക്കം വൻ വാർത്തയായി ഇത് വരുന്നൊരു സാഹചര്യമുണ്ടായി. ഈ കൊച്ചു കേരളത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളെയാണ് ഇത്തരത്തിൽ ജനം TV വരച്ചു കാണിച്ചത്. ഇതിനെ ഇസ്ലാമോഫോബിയ എന്നാണ് കോൺഗ്രസ് നേതാവ് VT ബൽറാം വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെ സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഇതിനെ ഇസ്ലാമോഫോബിയ എന്ന വാക്കിൽ ഒതുക്കുമ്പോൾ ആ പ്രശ്നമല്ലാതാകുന്നില്ലല്ലോ. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം. നമ്മളിവിടെ പറയുന്നത് തീവ്രവാദികളെക്കുറിച്ചും തീവ്രവാദത്തെക്കുറിച്ചും അത് സമൂഹത്തിൽ വേരോടുന്നതിനെക്കുറിച്ചും അതിനെ നോർമലൈസ് ചെയ്യുന്നതിനെക്കുറിച്ചുമാണ് പറയുന്നത്. ഇപ്പോൾ ബലറാമിൻ്റെ പോസ്റ്റ് ഞാനും വായിച്ചു. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ്, അത് ഉറൂസ് അല്ല, ദേശോത്സവമാണ്. പിന്നെ ഹമാസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പ്ലക്കാർഡ് പിടിച്ച് അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാന്ന് പറയുന്നത്. അതെന്താ വേറെ ചർച്ച ചെയ്യുന്നത്? നമ്മുടെ പ്രശ്നം ആ പോസ്റ്റർ അവിടെ പൊക്കിയതാണ് നമ്മുടെ പ്രശ്നം. അതല്ലാതെ അത് ദേശോത്സവമാണോ ഉറൂസ് ആണോ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. നിങ്ങൾ എന്ത് സാമാനം അവിടെ നടത്തിയാലും, ഉറൂസ് ആയിക്കോട്ടെ, ഇനി എന്താണ് തിരുവാതിരകളി ആയിക്കോട്ടെ, ഇനി അതല്ല ഘോഷയാത്ര ആയിക്കോട്ടെ, എന്ത് തന്നെ നടത്തിയാലും നമ്മുടെ പ്രശ്നമല്ല. പക്ഷേ അതിന് ഒരു സംഘടിക്കാനുള്ള അവസരമുണ്ട്, അവകാശമുണ്ട് ഒരു ജനാധിപത്യ രാജ്യത്തിൽ. അതിനെ ആഘോഷിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ അതിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അവിടെ ഇപ്പോൾ ഏതെങ്കിലും വിധേന ഇപ്പോൾ ഗാന്ധിജിയുടെ ഒരു പ്രതിമ അത് തീ കത്തിച്ചാൽ എങ്ങനെ ഇരിക്കും? നമ്മുടെ നാട്ടിൽ ഒരു ഘോഷയാത്രയാണ്, അതിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജിയുടെ ഒരു കോലം കത്തിക്കുന്നു. എന്തായിരിക്കും ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പറയുക? അത് പാടില്ല എന്ന് നിങ്ങൾ പറയും. അപ്പോൾ അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാമെന്നല്ലല്ലോ നിങ്ങളപ്പോൾ പറയാം. അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടത് അങ്ങനെ നമ്മൾ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കാരണമുണ്ട്. ആ കാരണം എന്ന് പറയുന്നത്, ഹമാസ് എന്ന് പറയുന്നത് ഒരു തീവ്രവാദ സംഘടനയാണ്. അത് ഗാസക്കാർ പോലും പറയുന്ന കാര്യമാണ്. അവരുടെ ജനങ്ങൾ പറയുന്നത്, ഒന്ന് നിങ്ങളുടെ ഫൈറ്റർ ജെറ്റ്സിനെ അയച്ച് അവരൊന്ന് കൊന്നു തീർക്കൂ പ്ലീസ്, അവർ ഞങ്ങളുടെ ജീവിതം നരകമാക്കി എന്ന് പറയുന്ന വാർത്തകളോ വീഡിയോകളോ അതൊന്നും ഇവർ കാണില്ല. ഈ ഹമാസിൻ്റെ നേതാവായിട്ടുള്ള സിൻവർ പറഞ്ഞത്, അതായത് ഗാസയിലെ കുട്ടികൾ മരിക്കണം, സ്ത്രീകൾ മരിക്കണം, അങ്ങനെ അവർ മരിച്ചാൽ അത് വെച്ചുകൊണ്ട് നമുക്ക് ഇസ്രായേലിനെ കുഴപ്പത്തിലാക്കാം. ആ ബലിയാടാകുന്ന ആളുകൾ അതൊരു നെസസറി സാക്രിഫൈസ് ആണ് എന്ന വാക്ക് തന്നെയാണ് ആൾ ഉപയോഗിച്ചത്. ഇത് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? നമ്മളെ നാട്ടിലെ മാധ്യമങ്ങൾ ആരെങ്കിലും ഇവിടെ അത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ് അതിൽ ഉദ്ദേശം? ഈ കുട്ടികളെ വെച്ചുകൊണ്ട്, ഈ സ്ത്രീകളെ വെച്ചുകൊണ്ട് ആളുകളെ കൊന്നൊടുക്കിയിട്ട് അതിൻ്റെ പേരിൽ ഇരവാദം ഇറക്കിയിട്ട് ഇസ്രായേലിനെ ഒതുക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെയാണോ ഇതിലൊരു രീതി നമ്മൾ കാണേണ്ടത്? ഇതാണോ നിങ്ങൾ പറയുന്ന ഈ ഉദാത്തമായ സ്വാതന്ത്ര്യ സമര പോരാട്ടം? നമ്മളുടെ ഗാന്ധിജിയോ അതല്ലെങ്കിൽ ഇവിടെയുള്ള പഴയകാല നമ്മളുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരും ഇന്ത്യക്കാരെ കൊന്നൊടുക്കിക്കൊണ്ട് നമുക്ക് അവരെ ബലി കൊടുത്തുകൊണ്ട് ഇവിടെ സ്വാതന്ത്ര്യം നേടാമെന്നല്ലല്ലോ നമ്മൾ പറഞ്ഞത്. നമുക്ക് നമ്മളുടെ സോവറിനിറ്റി അത് കണ്ടെത്താനുള്ള വഴികൾ മറ്റെല്ലാം ഉണ്ട്. നോൺ വയലൻസ് ആയിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞിരുന്ന ഒരു സംഗതി. ഇതൊക്കെയല്ലേ നമ്മൾ ലോകത്തിന് കൊടുത്തൊരു സന്ദേശം. ഈ പറയുന്ന ഗാസ മുന്നോട്ട് വെക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും ലോകത്തിന് എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും നല്ലൊരു സന്ദേശം ഉണ്ടോ? ഒന്നുപോലും ഇല്ല എന്ന് മാത്രമല്ല, അവർ ആകെക്കൂടി ലോകത്തിന് കൊടുത്തിരിക്കുന്നത് എന്താണ്? ഈ പറയുന്ന ആൾക്കൂട്ടത്തിലേക്ക് ഈ സൂയിസൈഡ് ബോംബേഴ്സായിട്ട് വന്ന് ഇടിച്ചു കയറിക്കൊണ്ട് പൊട്ടിത്തെറിക്കുന്ന കാഴ്ച, ഈ ഇന്തിഫാദ എന്ന് പറഞ്ഞ് നടന്ന കാഴ്ച ലോകത്തിന് സംഭാവന ചെയ്തത് ഈ ഗാസക്കാരാണ്, ഈ ഹമാസാണ്. ഒന്നാം ഇന്തിഫാദയിൽ കല്ലേറായിരുന്നു എന്നുണ്ടെങ്കിൽ രണ്ടാം ഇന്തിഫാദയിൽ ഈ പറയുന്ന സൂയിസൈഡ് ബോംബിംഗ് ആയിരുന്നു. ഇതാണ് അവിടെ അവർ കൊടുത്ത സംഭാവന. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ആൾക്കൂട്ടത്തിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റുന്നതായാലും ട്രക്ക് ഇടിച്ച് കയറ്റുന്നതായാലും കത്തിക്കുത്ത് നടത്തുന്നതായാലും ഇതാരാണ് ഇതിനൊരു മാതൃക സൃഷ്ടിച്ചു വെച്ചത്? ഈ ഹമാസ്, ഈ പറയുന്ന ഈ ഗാസയിലെ തീവ്രവാദികളാണ് ഇത് ചെയ്തു വെച്ചത്. ഇന്ന് അതിൻ്റെ ആരാധകരായിട്ട് മാറിയിരിക്കുകയാണ്. ആ ചെയ്ത ആളുകളെയും അതിന് പ്രൊമോഷൻ കൊടുത്ത, അത് കണ്ടെത്തി, അത് കണ്ടുപിടുത്തമായി അവതരിപ്പിച്ച ആളുകളെയാണ് നിങ്ങളിവിടെ എഴുന്നള്ളിച്ചത്. അത് ഉറൂസ് ആയിക്കോട്ടെ, തിരുവാതിരക്കളി ആയിക്കോട്ടെ, മറ്റെന്തോ ആയിക്കോട്ടെ, അതല്ല നമ്മുടെ വിഷയം. അവിടെ എഴുന്നള്ളിച്ചോ എന്നതാണ് നമ്മുടെ പ്രശ്നം. അത് നമ്മൾ ചോദിക്കുമ്പോൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടി അത് ഉറൂസ് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഇത് തന്നെയാണ് നമ്മളുടെ ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ മൂവി ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടത്. അത് മുന്നോട്ട് വെച്ച ആശയം എന്താണ്? ഇസ്ലാമിക തീവ്രവാദം, അതിലേക്ക് കുട്ടികൾ, ആളുകൾ അതിലേക്ക് എത്തുന്നു. അതാണ് അതിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന വിഷയം. പക്ഷെ അതിലൊരു 32,000 എന്ന് പറയുന്ന ഒരു നമ്പറുമേ പിടിച്ച് തൂങ്ങിയിട്ട് ആ സിനിമ മൊത്തം റദ്ദാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരികയും എന്നിട്ടും അതിവിടെ കോടതി അത് അനുവാദം കൊടുത്തപ്പോൾ പറഞ്ഞ എന്താണ്, അത് ഇസ്ലാമോഫോബിയ ആവുമെന്നും പറഞ്ഞിട്ട് അവിടെ വരുമ്പോൾ കോടതി പോലും ചോദിച്ചില്ലേ തീവ്രവാദികളെ പറഞ്ഞാൽ എങ്ങനെയാണ് അത് മുസ്ലിങ്ങളെ പറയുന്നതാവുക എന്ന് ചോദിക്കുന്നു. ഇനി അതുകൂടാതെ ഇവിടെ വേറെയും ബലറാമിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു. അതായത്
ഈ ഒരു വിഷയത്തിൽ പാലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ സംഘികളല്ലാത്ത എല്ലാവരും അവർ പാലസ്തീൻ്റെ കൂടെയാണ് എന്നും കൂടി എഴുതി വെച്ചിരിക്കുന്നത്. എന്ത് ഓഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഏതൊരു വിഷയത്തിലും അതിൻ്റെ ഇരുവശങ്ങളും ചർച്ച ചെയ്യപ്പെടണം. ഒരു വശം ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ആ പറഞ്ഞ വ്യക്തികളെ നിങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു, അവരെ ഡീഹ്യൂമനൈസ് ചെയ്യുന്നു, സംഘികൾ എന്നൊക്കെ വിളിച്ച് നിങ്ങൾ അവരെ ഒതുക്കാൻ നോക്കുന്നു. ആ പരിപ്പൊന്നും ഇനി ഇവിടെ ചിലവാവില്ല. അങ്ങനെയല്ല ഇവിടെ കാര്യങ്ങൾ നേരെയാവുക. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഇറക്കി വെച്ച ആളുകളെ തോളിലേറ്റി നടക്കുന്ന മുസ്ലിം ലീഗ് ആയാലും ശരി, ആര് തന്നെ ആയാലും നമുക്ക് അവരോട് പറയാനുള്ളത്, ഹമാസ് എന്ന് പറയുന്നത് തീവ്രവാദ സംഘടനയാണ്. ഗാസക്കാരെ ഇന്ന് ഈ കുഴപ്പത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഒക്ടോബർ 7 ആ തീവ്രവാദ ആക്രമണം നടത്തി ഇസ്രായേലിലേക്ക് കടന്നു ചെന്നുകൊണ്ട് കൊള്ളയും കൊലപാതകവും നടത്തിക്കൊണ്ട് അവിടെ ജനങ്ങളുടെ ജീവിതം വഴിമുട്ടിച്ച് ഇന്നും അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയ ജീവനുള്ള ശവശരീരങ്ങളും ജീവനില്ലാത്ത ശവശരീരങ്ങളും വെച്ചുകൊണ്ട് വില പേശിക്കൊണ്ടിരിക്കുന്ന ആ ഹമാസ് തീവ്രവാദികളെ നമ്മൾ അക്ഷരം തെറ്റാതെ തീവ്രവാദികൾ തന്നെ വിളിക്കും. അതിൽ നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവരോടൊപ്പം നിൽക്കാത്തവർ മുഴുവൻ സംഖ്യയാണെന്നാണ് പറയുന്നുണ്ടെങ്കിൽ ഞാനും ഒരു സംഖ്യയാണ്. കാരണം നമുക്ക് അങ്ങനെയുള്ള നരനായിട്ട് നടത്തുന്ന ആളുകളോടൊപ്പം നിൽക്കാൻ നമ്മളെ കിട്ടില്ല. അതാണ് നമ്മളുടെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് അത് തുടങ്ങി വെച്ച, അതിനുവേണ്ടി വഴിവെച്ച ആളുകളാണ് ഈ പറയുന്ന ഹമാസ്. അവരെ ആ രീതിയിൽ തന്നെ നമ്മൾ കാണുള്ളൂ. അതും കൂടാതെ അങ്ങനെ കൊല്ലപ്പെടുന്നത് ചർച്ചയായപ്പോൾ, അങ്ങനെ കൊണ്ടുപോയത് ശരിയല്ല എന്ന് വന്നപ്പോൾ അവർ വീണ്ടും ഈ തുരങ്കങ്ങൾ പണിതുകൊണ്ട്, ഈ തുരപ്പൻ പണി എടുത്തുകൊണ്ട് ചെയ്യുന്ന പണി, അതിൻ്റെ ഭാഗമായിക്കൊണ്ട് വീണ്ടും കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുന്ന അവസ്ഥ വന്നപ്പോൾ പറഞ്ഞത് ഈ നെസസറി സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ അതിന് വീണ്ടും ന്യായീകരിച്ചത് സിൻവറാണ്. ആ സിൻവറിൻ്റെ പടമാണ് ഇവിടെ പൊക്കിക്കൊണ്ട് നടന്നത്. ഒന്നത്. ഇനി യഹിയ സിൻവറിന്റെ കഥ പറഞ്ഞു. ഇനി ഇസ്മായിൽ ഹനിയ എന്താ ചെയ്തത്? ഹനിയ പറഞ്ഞത് ഈ ഒക്ടോബർ 7 നടന്ന അൽ അക്സ ഫ്ലഡ് ഇത് ഒരെണ്ണം കൊണ്ട് തീരില്ല, ഇത് ഇനിയും ആവർത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വീണ്ടും വീരവാദം മുഴക്കിയത് ഇതേ ഹനിയയാണ്. ആ ഹനിയയുടെ ചിത്രമാണ് രണ്ടാമത് അവിടെ പൊക്കിയത്. മൂന്നാമത് നമ്മൾ പൊക്കിയത് കണ്ടത് ആരുടെയാണ്? അത് നമ്മളെ ഹിസ്ബുള്ള നേതാവിൻ്റെയാണ്. മൂപ്പരെന്താ ചെയ്തത്? മൂപ്പര് ചെയ്തത് ഒരു പ്രശ്നമല്ല. നിങ്ങൾക്കറിയാം സ്വാതന്ത്ര്യ സമരം നടത്തുന്നത് ആരാണ്? അത് ഗാസയും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നമാണ്. അവർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഇടയിൽ ഹിസ്ബുള്ളയ്ക്ക് എന്താണ് കാര്യം? അവരും ഇസ്രായേലും തമ്മിൽ എന്താണ് വിഷയമുള്ളത്? ഇനി അങ്ങനെ വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ കണ്ണും മൂക്കില്ലാതെ അപ്പുറത്തിരുന്നിട്ട് ഇതേപോലെ ബോംബിട്ടിട്ട് അപ്പുറത്ത് 10-12 കുട്ടികളെ, അതും ഡ്രൂസ് ആയിട്ടുള്ള കുട്ടികളെ, ജൂതന്മാർ പോലും ഇല്ലാത്ത കുട്ടികളെ കൊന്നതിനെ കുറിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ആളുകൾക്ക് വല്ല ധാരണയുണ്ടോ? ഇത് ചെയ്യുന്നത് ആരാണ്? ഇതൊക്കെ ചെയ്തതിന് ശേഷം തിരിച്ചങ്ങോട്ട് അവരുടെ അണ്ടർവെയറിൽ പേജർ വെച്ച് പൊട്ടിച്ച് അവരെ പരലോകത്തേക്ക്, അവിടെ ഹൂറികളുടെ അടുത്തേക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ ഇരുന്ന് മോങ്ങുകയല്ലാതെ ഇവിടെ എന്താ നമ്മൾ കണ്ടത്? അവരുടെ നേതാവാണ് ഹിസ്ബുള്ളയുടെ നേതാവായിട്ടുള്ള ഇപ്പോൾ ആ ചിത്രമായിട്ട് ഇവിടെ പൊക്കി പിടിച്ചിരിക്കുന്ന ആള്. ഏതായാലും ഇന്നിപ്പോൾ ഈ ഇടയായിട്ട് ഉത്സവത്തിൻ്റെ ഇടയ്ക്ക് ആന വല്ലാതെ ഇടയുന്നതായിട്ടാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇതേപോലെയുള്ള കുറേ തുരപ്പന്മാരുടെയൊക്കെ പടം വെച്ചുകൊണ്ടായിരിക്കണം മിക്കവാറും ഇതേപോലെ ആന കുറേ ഇടഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. തീവ്രവാദികളെ എന്ന് വിളിക്കുമ്പോൾ ആ രീതിയിൽ പറയാൻ നിങ്ങൾ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കൂടുതൽ മുസ്ലിങ്ങളാണ് തീവ്രവാദത്തിലേക്ക് എത്തുക. മുസ്ലിങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്ന പണിയാണ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയണം. ഇന്നലെ നമ്മളിവിടെ സംസാരിച്ചപ്പോൾ ഉറൂസ് ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണയിലാണ് ഇവിടെ പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കും അതിൽ സംശയം ഉണ്ടായിരുന്നു, അതാണോ അല്ലയോ എന്നുള്ളത്. അപ്പോഴും ഞാൻ പറഞ്ഞു അതങ്ങനെ ആവാൻ വഴിയില്ല. എന്തായാലും ഇന്നലെ ഇവിടെ വന്നിരുന്ന് സംസാരിച്ച ആളെന്താ പറഞ്ഞത്? എനിക്ക് തോന്നുന്നു സലീമാണ് പറഞ്ഞെന്ന് തോന്നുന്നു. സലീം അടവൂരും പറഞ്ഞെന്താണ്? ഇത് ഇസ്ലാമുമായിട്ട് ബന്ധമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇസ്ലാമുമായിട്ട് ബന്ധമില്ലാത്ത ഒരു വിഷയത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നു, അതിൻ്റെ ഇടയിൽ ഈ പറയുന്ന സാധനവും കയറ്റുമ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ മുസ്ലിങ്ങളെയാണ് പറയുന്നത് എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? അപ്പൊ നിങ്ങൾ പറയണം, അപ്പൊ നിങ്ങൾ സമ്മതിക്കണം ഈ പറയുന്ന ഉറൂസ് മുസ്ലിങ്ങളുടെ ആണ്, അത് ഇസ്ലാമികമാണെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടതായിട്ട് വരും. അത് നിങ്ങൾക്ക് കൊണ്ട് പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഇത് തിരുവാതിരക്കളി ആയതോ ഇത് ദേശ ഉത്സവമായതോ ഉറൂസ് ആയതോ അല്ല നമ്മുടെ പ്രശ്നം. അതിൻ്റെ ഇടയിൽ തലയിൽ പൊക്കി വെക്കാൻ പാടില്ലാത്ത കുറച്ച് തീവ്രവാദ ആങ്ങളമാരെ നിങ്ങൾ ഇതേപോലെ വലിയ നേതാക്കന്മാരായിട്ട് കൊട്ടിഘോഷിക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് നമുക്ക് പിന്നെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവർ അവധിക്ക് വെക്കുന്നു. ഈ ഒരു ആനുകൂല്യം ഇപ്പോൾ ഗാന്ധിജിയുടെ പ്രതിമ ഇതേപോലെ ചെയ്ത് അത് കത്തിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നെഹ്റുവിൻ്റെ പ്രതിമ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ അംബേദ്കറിൻ്റെ പ്രതിമ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയോ ഒക്കെ ചെയ്താൽ നിങ്ങൾ ഇതേ കാര്യം തന്നെയാണ്. അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാമെന്ന് നിങ്ങൾ പറയുമോ? ഇല്ലല്ലോ. അപ്പോൾ ഈ വിഷയത്തിൻ്റെ ഗൗരവം അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ല. ഇവിടെ അതീവ ഗൗരവമാണ്. ഇത് തീവ്രവാദത്തിനുള്ള ഓപ്പൺ സപ്പോർട്ടാണ് നിങ്ങളിവിടെ കൊടുക്കുന്നത്. അത് നമ്മൾ അങ്ങനെ തന്നെ പറയും. അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.